السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ബഹുമാന്യവും ആദരവും നിറഞ്ഞ ഉസ്താദുമാരെ, വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സ്നേഹം നിറഞ്ഞ സദസ്സരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിഷയത്തെക്കുറിച്ച് രണ്ട് വാക്ക് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാം. അതിനായി നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. തരിശയിൽ കിടക്കുന്ന മരുഭൂമിയിൽ കടും ചിന്തകളും അറബികൾ ഇരുട്ടിൽ അകറ്റി അവരിലുണ്ടായിരുന്ന മൂഢത്വരത്തെയും ദുസ്വഭാവത്തെയും മാറ്റി അഖില ലോക നേതാക്കളാക്കി, വിനയത്തിന്റെ കെടാത്ത വിലക്കുകളുമാക്കി, സുന്ദരമായ സംസ്കാരത്തിന്റെ പ്രതീകങ്ങളാക്കി മാറ്റിയതിന്റെ മഹത്വം വിശ്വഗുരു ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ഡോക്ടർ ബർണാസ് പറയുകയാണ്, I like Muhammad's ability. Muhammad was not only prophet but also scientist and sociality. ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇഷ്ടപ്പെടുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രവാചകൻ മാത്രമല്ല, മറിച്ച് ശാസ്ത്രജ്ഞനും സാമൂഹിക പരിഷ്കർത്താവുമാണ്. നടക്കുന്ന മൃഗങ്ങളെയും പറക്കുന്ന പക്ഷികളെയും ഈയുന്ന ജന്തുക്കളെയും നീന്തുന്ന മത്സ്യങ്ങളെയും വർഗവർണ്ണ ജാതി വ്യത്യാസങ്ങളാക്കി തർക്കിച്ചിരുന്ന ലോക ജനതയെ ഏകോപന സഹോദരങ്ങളാക്കി മാറ്റി ഹൃദയ ശുദ്ധി കൊണ്ട് സിസ്റ്റാവിലേക്ക് അടുക്കുന്നവൻക്ക് പദവി നൽകി ബഹുമാനിച്ച കാരുണ്യത്തിന്റെ വഴി തെളിയിച്ചു കൊടുത്ത ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വാധീനം, സമ്പത്തും ഭരണാധിപത്യം, കിരീടം, സ്വർണ്ണം, മുത്തും മാണിക്യവുമെല്ലാം തന്റെ കാൽക്കീഴിൽ ഇരിക്കവേ ചുടാത്ത മണ്ണ് കൊണ്ട് പടർത്തുയർത്തിയ മൻസൂറിന്റെ വീട്ടിൽ ഈന്തപ്പന ഓലകൾ കൊണ്ടുള്ള കൂറയ്ക്ക് കീഴിൽ സ്വന്തമായി വീട്ടിപ്പണി ചെയ്ത് ദിവസം ചൂൽപ്പുണ്ടി അടിച്ചു വൃത്തിയാക്കി കേറിയ പായ് വിരിച്ച് AC ഇല്ലാതെ ഫാൻ ഇല്ലാതെ മരുഭൂമിയുടെ മണ്ണിൽ അന്തിയുറങ്ങിയ രാജാക്കന്മാരുടെ രാജനായ ചക്രവർത്തിമാരുടെ ചക്രവർത്തിയായ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പാൽ കുടിക്കുകയും പാലിൽ കുടിക്കുകയും ചെയ്യുന്ന ഭരണാധികാരികളാണ് ഇന്ന് ഈ ലോകത്തുള്ളത്. എന്നാൽ നാൽക്കാലികളെ തീറ്റിച്ച് സ്വന്തം കൈകൊണ്ട് പാൽ കറക്കുകയും അങ്ങാടിയിൽ പോയി സാധനം വാങ്ങി സ്വന്തം കൈകൊണ്ട് തൂക്കി പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയും വീട്ടുകാരെയും അയൽവാസികളെയും സഹായിച്ച് സ്വന്തം കൈകൊണ്ട് ചെരുപ്പ് തുന്നുകയും വസ്ത്രം വെച്ച് പിടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നേതാവ് ഈ ലോകത്തുണ്ടെങ്കിൽ അത് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ വേറെ ആരുമില്ല എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാം. അതുകൊണ്ട് ലോകത്ത് തുല്യതയില്ലാതെ സ്നേഹിക്കപ്പെടുകയും അതിനേക്കാൾ തുല്യതയില്ലാതെ സ്നേഹം ലോകത്ത് പകർന്നു നൽകുകയും ചെയ്യുന്ന ഒരു നേതാവാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. ലോകത്തിന് കാരുണ്യമായിട്ടാണ് അല്ലാഹു അങ്ങയെ നിയോഗിച്ചത്. അതുകൊണ്ട് ലോകത്തിന് കാരുണ്യമായി അവതരിച്ച ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയോട് നമുക്കുള്ള ബാധ്യത പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നതല്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് അസ്റാഹീൽ അലൈഹിസ്സലാം പറയുകയാണ്, നബി അങ്ങയുടെ റൂഹ് പിടിക്കുന്നത് വെണ്ണിൽ നിന്ന് നൂലിനെ വലിച്ചെടുക്കുന്നത് പോലെയാണ്. എന്നാൽ അങ്ങയുടെ ഉമ്മത്തിന്റെ റൂഹ് പിടിക്കുന്നത് മുള്ളിൽ ശിരെ വലിച്ചെടുക്കുന്നത് പോലെയാണ് എന്ന് പറഞ്ഞപ്പോൾ മരണവേദന പോലും പൊട്ടിക്കരയുകയും ചെയ്ത ഒരു നേതാവാണ് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ പൊന്നാര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിക്കുകയും അനുഗാനം ചെയ്യുകയും വേണം. അതിനായി നാഥൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ കൊച്ചു പ്രസംഗം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.
ചെസ് നമ്പർ 318.